ഇന്ന് നമ്മൾ നോക്കുന്നത് റേമയും ലോഗോസും എന്താണെന്നാണ്. നമ്മളെല്ലാവരും വചനം വായിക്കുന്നു, നമ്മളെല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുന്നു, നമ്മളെല്ലാവരും വചനം പറയുന്നു, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, നമ്മൾ വിശ്വാസി എന്നാണ് പേര്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിലംപരിചാകുന്നത്, അല്ലെ പാനിക് ആവുന്നത്? നമ്മൾ എപ്പോഴും സ്കാറ്റേഡ് ആകുന്നു, നമ്മൾ ഓടി ഒളിക്കുന്നു. വിഷയങ്ങൾ വരുമ്പോൾ പിന്നെ നമ്മൾ ചർച്ചിൽ പോക്ക് നിർത്തുന്നു, വിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മ നിർത്തുന്നു. ഭയങ്കരമായ സപ്രഷനിലൂടെ വിശ്വാസികൾ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്നവരൊക്കെയും ഏത് പ്രശ്നം വന്നാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. സോ എന്താണ് റേമയാകുന്നത്? എവിടെ ലോഗോസ് എങ്ങനെയാണ് റേമയാകുന്നത്? ഹല്ലേലൂയ. സോ ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. ഞാൻ വായിക്കാം. ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യേശു കർത്താവ് പറയാണ്, വെൻ ഐ വാസ് വിത്ത് യു, ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എങ്കിലും പറയാണ്, പിതാവ് എൻ്റെ നാമത്തിൽ, ഞാൻ പോവുകയാണ് പിതാവിൻ്റെ അടുത്തേക്ക്. സോ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഫാദർ ഇൻ ഹെവനാണ്, നമുക്കും യേശു കർത്താവിനും. സോ ഫാദർ ഇൻ ഹെവനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പം എൻ്റെ നാമത്തിൽ, ഞാൻ പോകുന്നതിന് ശേഷം എൻ്റെ നാമത്തിൽ അയക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, ആമേൻ, നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സോ കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഒരു ജീവനുള്ളതാണ്, ഒരു വ്യക്തിത്വമുള്ളതാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ത്രിത്വത്തിൽ ഒന്ന് തന്നെയാണ്. സോ ഇത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ആത്മാവിനോട് ചേർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് യേശു ഇന്ന് വലത്ത് ഭാഗത്ത് പിതാവിൻ്റെ അടുത്തിരുന്ന് നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. ഓരോ ബോൺ അഗെയിൻ ആകുന്ന, നമ്മുടെ ബലഹീനതയെ നന്നായി അറിയുന്ന, നിങ്ങളുടെ ഹസ്ബൻഡ് ബോൺ അഗെയിൻ ആയിരിക്കാം, ഇപ്പോൾ പിന്മാറ്റത്തിലായിരിക്കാം, നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. 100% ഞാൻ പറയാണ്, എത്ര ബോൺ അഗെയിൻ ആയിട്ടുള്ള വിശ്വാസികളും അവർ പിന്മാറ്റത്തിൽ പോയാലും റാപ്ചറിന് മുമ്പ് അവരെ ദൈവം മടക്കിക്കൊണ്ടുവരുമെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. ഹല്ലേലൂയ. സോ ദാറ്റ് ഈസ് നമ്മുടെ വിശ്വാസമാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ അവൻ കാര്യസ്ഥനാണ്. ഹീസ് എ പേഴ്സൺ. അതൊരു വ്യക്തിയെ പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അവൻ നമ്മളോട് സംസാരിക്കും. അത് നമ്മൾ കേൾക്കാതിരിക്കാനാണ് ലോകം നമുക്ക് പ്രശ്നങ്ങളെ കൊണ്ടുതരുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? അവൻ സംസാരിക്കുന്നത് മൃദുവായിട്ടാണ്. കൊടുങ്കാറ്റിലോ ഭൂകമ്പത്തിലോ തീയിലോ അല്ലെങ്കിൽ കാറ്റിലോ ഒന്നുമല്ല ദൈവം സംസാരിക്കുന്നത്. ഇറ്റ്സ് ആക്ഷൻ ആണ്. അതല്ല, സംസാരിക്കുന്ന അവൻ മൃദുവായ സ്വരത്തിലാണ്. അപ്പം അത് കേൾക്കണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? സറണ്ടേർഡ് ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഹോട്ട് വാട്ടർ ബാഗ് നിങ്ങൾ പലരും ചൂടുവെള്ളം അനത്തുമായിരിക്കും, ചൂടാക്കിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഹോട്ട് വാട്ടർ ബാഗിലേക്ക്, നമ്മുടെ അമ്മച്ചിക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ, നമ്മൾ ഹോട്ട് വാട്ടർ ബാഗിലേക്ക് ചൂടുവെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ്. അതിന് നേരെ വെച്ചിട്ടൊന്ന് ഒഴിച്ചാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ, നിങ്ങളുടെ കൈ പൊള്ളാതിരിക്കത്തില്ല, കൈ പൊള്ളുക തന്നെ ചെയ്യും. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് ഒഴിച്ചാൽ അകത്തു നിന്നുള്ള ഗ്യാസ് എല്ലാം കൂടെ ബ്രന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ കൈ പൊള്ളും. ബട്ട് ഒന്ന് ഹോട്ട് വാട്ടർ ബാഗിനെ ഒന്ന് ചരിച്ചു വെച്ചിട്ട് അതിൻ്റെ നെക്ക് മേലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ ആ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം നിറഞ്ഞതും നമുക്ക് അവസാനം കാണാൻ പറ്റും, നിറഞ്ഞത് എത്രയാണെന്നും. പക്ഷെ നേരെ വെച്ചാൽ വെള്ളം എത്ര നിറഞ്ഞത് പോലും കാണാൻ പറ്റത്തില്ല, നിറഞ്ഞൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് വെള്ളം എത്ര ഒഴിച്ചെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല ബ്ലും എന്ന് വരുത്തതുമില്ല, ഓട്ടോമാറ്റിക്കലി ഗ്യാസിനെ അത് ഫുള്ള് പുറത്തു പോയിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ ഈസി ആയിട്ട് അതിനെ നിറയ്ക്കാൻ പറ്റും. ഇതാണ് ഒരു വിശ്വാസിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. യു ഹാവ് ടു സറണ്ടർ യുവർ സെൽഫ്. നിങ്ങൾ അതിലേക്ക് ഈൽഡ് ആകണം. നിങ്ങൾ അതിലേക്ക് 100% വിശ്വസിക്കുമ്പോൾ നിങ്ങളെയും കൊണ്ടൊന്നും പറ്റത്തില്ല. പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ളവളാണ് ഞാൻ. എനിക്കൊരു ജഡത്തിൽ മരണമുണ്ട്. ഞാൻ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്. ഇനി ഈ ഭൂമിയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളവളല്ല ഞാൻ. കണ്ടതിനെല്ലാം ഇൻവോൾവ് ആവേണ്ടവളല്ല എന്ന വിശ്വാസം, ഒരു ഈൽഡിങ്സ്, ഒരു സറണ്ടർ നമ്മുടെ മനസ്സിൽ വന്നു കഴിയുമ്പോഴാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇപ്പം മനസ്സിലായല്ലോ നമുക്ക്. ഇനി അവൻ എന്തൊക്കെയാണ് നമ്മളോട് പറയാൻ പോകുന്നത്? അവൻ കാര്യസ്ഥനാണ്, എൻ്റെ ആത്മാവാണ്. അവൻ ഉപദേശിച്ചു തരും, നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും.
അപ്പം പരിശുദ്ധാത്മാവ് നമുക്ക് ഉപദേശിച്ചു തരണം, വചനം ഓർമ്മപ്പെടുത്തണം. എന്തുവായി പറഞ്ഞു തരുന്നത്? അതിന്റെ 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അതിൽ നിന്ന് നിങ്ങൾ എന്തോ മനസ്സിലാക്കിയത്? സോ അൾട്ടിമേറ്റ്ലി പ്രൈസിങ് ആകുന്നത് ആരാണ്? യേശു കർത്താവിനെയാണ്. അമ്മയെ മഹത്വപ്പെടുത്തുകയാണ്. വചനത്തെ നമ്മുടെ അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ പിതാവ് തന്നെയാണ് മഹത്വപ്പെടുന്നത്. ഓക്കെ, സോ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. യേശു കർത്താവ് എന്ന് പറഞ്ഞ എന്തുവാ? സത്യമാണ്. അവൻ വഴി, സത്യം, ജീവൻ. ജോൺ ചാപ്റ്റർ 7 നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ അതിന്റെ ആ പിതാവാം ദൈവം, യേശു കർത്താവ്, പരിശുദ്ധാത്മാവ്. ഓക്കെ, പിന്നെ നമ്മള്. സോ യേശു കർത്താവിലൂടെയാണ് നമുക്ക് പിതാവിന്റെ അടുക്കിലേക്ക് ഇപ്പൊ ചെല്ലാൻ പറ്റുന്നത്. ഡയറക്റ്റ് ജഡരക്തങ്ങളോടുകൂടി നമുക്ക് പിതാവിന്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. ബിക്കോസ് വി വർ സിനേഴ്സ്. യേശു കർത്താവിലൂടെയാണ് നമുക്ക് പുതിയ ജീവൻ ലഭിച്ചത്. അപ്പം ഈ യേശു കർത്താവിൽ ഇരിക്കുന്ന അവൻ നമ്മുടെ ജീവനാണ്. യോഹന്നാൻ 1 പറഞ്ഞ എന്തുവാണ്? അവൻ നമ്മുടെ ജീവനാണ്, മനുഷ്യന്റെ ജീവനാണ് അവൻ. അപ്പൊ ഇതിലൂടെയാണ് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോർമർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇതിന്റെ അകത്തൂടെയാണ് നമുക്ക് കറണ്ട് കിട്ടുന്നത്. അപ്പൊ ഇതിലൂടെയാണ് നമുക്ക് ജീവൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ പോവുകയും ഇറങ്ങുകയും ചെയ്യുന്നത് എവിടെയാ? പിതാവിന്റെ അടുക്കല. ത്രൂ ഹിം വി ആർ ഗോയിങ് ആൻഡ് കമ്മിങ്. അപ്പം ഈ യേശു കർത്താവ് ഇപ്പോൾ വലത്തുഭാഗത്ത് പിതാവിന്റെ ഇരിക്കുന്നത് കൊണ്ട് അവൻ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ, കാര്യസ്ഥനാൽ നമ്മുടെ ഉള്ളത്തിലിരിക്കുന്നു. അപ്പൊ എത്ര മാത്രം പ്രേഷ്യസ് ആണ് നമ്മളെന്ന് ഓർത്തു നോക്കിക്കേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തത് പറയുന്നു, ആ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സകലത്തിലും വഴി നടത്തും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു മെസ്സേജിലൂടെ, ഇത്രയും പറഞ്ഞതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രതികൂലങ്ങൾ, നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ മുറിവുകൾ എല്ലാം നിങ്ങൾ ഈ ഒരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് യഥാർത്ഥമായ ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റുന്നില്ല. ദ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത് എന്ന് പറയാൻ പറ്റുന്നില്ല ഒരു വ്യക്തിയോട്. നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് ജീവനുള്ള ബൈബിളായി നിങ്ങൾക്ക് ആരെയും കാണിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഓൾവേസ് വി ആർ സപ്രസ്ഡ്. ഞാൻ ആരെയും സ്നാനപ്പെടുത്തിയില്ല, ഞാൻ ആരോടും സുവിശേഷം പറഞ്ഞില്ല, ഞാൻ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നില്ല, ഞാനൊരു സൂമിയും മെസ്സേജ് പറയാൻ പോയില്ല, എൻ്റെ പോസ്റ്ററിൽ വന്നില്ല, ഞാൻ മൈക്ക് പിടിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ഒന്നുമില്ല. അതാണോ വാഗ്ദത്തം? നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കാനാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ദുഃഖിക്കും, അന്ന് നമ്മുടെ സന്തോഷം ഇവിടെയല്ല, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത് സ്വർഗത്തിലാണ്. ഓക്കെ, ഇനി മെസ്സേജിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ വചനത്തിനെ കുറിച്ചാണ് പറയുന്നത്, വേർഡ് ഓഫ് ഗോഡിനെ കുറിച്ചാണ്. ഇന്നലെ നമ്മൾ 4 വഴികളെ കുറിച്ച് പറഞ്ഞു, മണ്ണിന്റെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു. മണ്ണെന്ന് കാണിക്കുന്നത് ഹൃദയത്തെക്കുറിച്ചാണ്. 4 ടൈപ്പ് ഓഫ് ഹാർട്ട്, മനുഷ്യന്റെ ഹൃദയം എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ഓക്കെ, സോ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ അവൻ നമ്മളെ സകലത്തിലും വഴി നടത്തും, ഹോളി സ്പിരിറ്റ്. ഓക്കെ, അപ്പൊ ലോഗോസ് എന്നത് റേമയാവുന്നതിനെ കുറിച്ച് ഒരാൾ വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നിർത്തി വായിച്ചാട്ടെ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെ ആയിരുന്നു, വചനം ദൈവമായി. യെസ്, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ. യെസ്, അപ്പം നിങ്ങൾ നോക്കിക്കോ, വചനം ദൈവമാണ്, അത് ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. 4-ാമത്തെ വാക്യം. സോ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഓക്കെ, ലോകം അവനെ അറിഞ്ഞില്ല, അവനെ കൈക്കൊണ്ടില്ല, എന്നാൽ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാൻ ഭാഗ്യം കൊടുത്തു. 14-ൽ പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ താഴോട്ട് പറയുന്നു 16-ാമത്തെ വാക്യത്തിൽ, അവന്റെ നിറവിൽ നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഓക്കെ, സോ വചനം എന്ന് പറയുന്നത് അത് ദൈവത്തോടു കൂടിയെന്നു. വചനം ദൈവമാണ്. ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ തന്നെ ലോഗോസ് ആയിട്ട് ഇരിക്കുകയാണ് ദ വേർഡ്. ഓക്കെ,
സോ നമ്മൾ ഈ വചനം ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് അത് ലോഗോസ് ആയിട്ടാണ് കാണുന്നത്. ഇതെല്ലാം ലോഗോസ് ആണ്. നമ്മുടെ മൊബൈലിൽ, ബൈബിളിൽ, ടാബിൽ, പേപ്പറിൽ എവിടെ എഴുതി വെച്ചാലും അത് നമ്മൾ വായിക്കുമ്പോൾ ലോഗോസ് ആണ്. ഓക്കെ, 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, 2 തിമോത്തി വായിച്ചട്ടെ. 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 16 വായിച്ചാട്ടെ. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല പ്രവർത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അപ്പൊ എന്താണ് അതിൽ ആദ്യം എഴുതിയിരിക്കുന്നത്? എല്ലാ വചനവും 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 16-ാം അധ്യായത്തിൽ എല്ലാ തിരുവെഴുത്തും വചനം ഇതിൽ എഴുതിയിരിക്കുന്നത് മുഴുവനും ദൈവശ്വാസത്തിൽ, അവൻ്റെ ബ്രത്തിൽ, അവൻ്റെ സ്പിരിറ്റിൽ നിറഞ്ഞതാണ്. യോഹന്നാൻ 6-ാം അധ്യായത്തിന്റെ 63-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവുമാണെന്ന്, അല്ലേ? സോ ദ സ്പിരിറ്റ് ഫിൽഡ് ആണ് ഓരോ വചനവും. പക്ഷേ എന്തുകൊണ്ടിത് നമുക്കിത് ജീവനായി നമ്മുടെ ഡെയിലി നമുക്ക് ആ ഒരു അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല? സങ്കീർത്തനം 119-ാം അധ്യായത്തിൻ്റെ 105-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈ വേർഡ് ഈസ് എ ലാമ്പ് അൺടു മൈ ഫീറ്റ്. നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് പ്രകാശവും എൻ്റെ ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. ഇതിൻ്റെ അകത്ത് ഉള്ള ഡെപ്തുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി. ഓരോ ദിവസത്തിലും അവനിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും. കുറച്ചുകൂടെ ആഴത്തിലേക്ക് നിങ്ങളോട് കൊണ്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ വചനം ലോഗോസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നാണ്. ലോഗോസ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വചനം നമ്മളെ ഓരോന്നും, ഇപ്പോൾ ഒരു പത്രം വായിക്കുമ്പോൾ ഇന്നയാൾ മരിച്ചുപോയി, ഇന്നയാൾ ഇന്ന് ഭരണം ഏറ്റെടുക്കുന്നു, നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ ഇൻഫർമേഷൻ തരികയാണ് അവിടെ എന്തോ എഴുതിയിരിക്കുന്നതെന്ന്. ഓക്കെ, പക്ഷെ അത് കേട്ടതിന് ശേഷം നമ്മൾ അതിനെ ഒന്ന് വ്യാഖ്യാനിക്കും നമ്മുടെ ഹൃദയത്തിൽ. അപ്പം നമ്മൾ വായിച്ചു എന്ന് വെച്ച് നമുക്കത് മനസ്സിലാകണമെന്നില്ല. നമ്മൾ വായിച്ചതേ ഉള്ളൂ, നമ്മുടെ മൈൻഡിനകത്തിരിക്കുകയാണ്. പക്ഷെ നമ്മളപ്പം ആ വ്യക്തിയെക്കുറിച്ച് അറിയാവുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്, അയ്യോ ഇവനല്ലേ ലവൻ, ലവനല്ലേ ഇവൻ, അപ്പോൾ ഈ അവിടെയാണോ നടക്കുന്നത് അത്, ഓ ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ തുടങ്ങും. ആഴത്തിലൊന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ നമ്മുടെ അകത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും. റോമാ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളതിൽ? റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 17 വായിച്ചേ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. യെസ്, അപ്പോൾ യെശയ്യാവ് പറയുന്നുവല്ലോ, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. കുറച്ചുകൂടെ ആഴത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ലോഗോസിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റേമയിലോട്ട് പോകാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് അവിടെ വെയിറ്റിംഗ് ആണ്. നമ്മുടെ ഉള്ളത്തിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് എഴുതി വച്ചിരിക്കുകയാണ്. എഴുതി വച്ചിരിക്കുന്നത് അൺടിൽ അൺലെസ് നമ്മുടെ ജീവിതത്തിൽ അത് റേമയായില്ലെങ്കിൽ ആ വചനം വായിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്നർത്ഥം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കാം. സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യെസ്, അപ്പോൾ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. നമ്മളിൽ എത്ര പേര് ഈ വചനം നമുക്ക് മനസ്സിലായിട്ടുണ്ട്? നമ്മൾ എങ്ങനെയാണ് വചനം കൊണ്ട് ജീവിക്കാൻ പോകുന്നത്? വചനത്തിൻ്റെ ആ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഉള്ളത്തിലേക്ക് അത് റേമയായെങ്കിൽ മാത്രമേ നമുക്ക് ആ വചനത്തിൻ്റെ ആ ഫുൾനെസ് അതിലെന്തോ ആ ജീവശ്വാസ്യമാണ്, അവൻ്റെ സ്പിരിറ്റിലാണ് വചനം എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഉള്ളത്തിൽ അത് റേമയായില്ലെങ്കിൽ ഈ പറഞ്ഞ വചനം കൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ ജസ്റ്റ് വായിക്കും, നമ്മൾ എഴുന്നേറ്റ് പോകും, കേൾക്കും, നമ്മൾ എഴുന്നേറ്റ് പോകും. എക്സാമ്പിൾ പറഞ്ഞാൽ
നമ്മളിപ്പോൾ ഒരു പഞ്ചായത്തിൽ നമ്മളെ വിളിക്കുകയാണ് എല്ലാവരെയും. പഞ്ചായത്തിൽ വിളിച്ചിട്ട് അവിടുത്തെ ഇൻഫർമേഷൻ നമുക്ക് തരികയാണ്. നമ്മൾ കേട്ടു, നമ്മളിങ്ങനെ പോന്നു. നമ്മളോട് ചോദിക്കും എന്തോ അവിടെ പറഞ്ഞു, എന്താണ്ടൊക്കെ പറഞ്ഞു, ഞാൻ കേട്ടൊന്നും എനിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. അവർ അവിടെ എന്തായിരുന്നു, ഞാൻ പോയി അറ്റൻഡ് ചെയ്തു, പക്ഷെ എനിക്കത് നമ്മളത് കേട്ടു, അവിടെ അത്രയും സമയം ഇരുന്നു, അത്രയും സമയം നമ്മൾ വായിച്ചു, പക്ഷെ അത് റേമയാകുന്നില്ല നമ്മുടെ ഉള്ളത്തിലേക്ക്. ഹല്ലേലൂയ. അപ്പോൾ ഇനി ലോഗോസ് എങ്ങനെയാണ് റേമയാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലോഗോസ് എന്ന് പറയുന്നത് എഴുതി വച്ചിരിക്കുന്ന വചനമാണ്. ഓക്കെ, പറഞ്ഞ വചനങ്ങളാണ്, സ്പോക്കൺ ലിവിങ് വേർഡാണ്, അതിൽ എഴുതി വച്ചിരിക്കുകയാണ്. സോ ഇത് ആർക്ക് വേണമെങ്കിലും വായിക്കാം. ഇത് ജാതികൾക്ക് വായിക്കാം, ഇത് തീവ്രവാദിക്ക് വായിക്കാം, ആർക്ക് വേണമെങ്കിലും വായിക്കാം. പക്ഷേ അപ് ടു ആ മണ്ണെന്ന് പറയുന്ന ആ ഒരു വായിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയം അതിൻ്റെ അകത്തേക്ക് പോയി ജീവൻ കൊടുക്കാനുള്ള ഒരു വേർഡാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റിലല്ലാതെ ഒരു മനുഷ്യൻ ഇതിനെ വായിക്കുമ്പോഴാണ് അവനൊന്നും മനസ്സിലാകാതെ അവൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്, ഇതിന് ചവിട്ടിക്കളയുന്നത്, പന്നിക്ക് മൂക്കുത്തിയിട്ടെന്ന് പറഞ്ഞതുപോലെ. ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയുന്നു. ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ അത് പേഴ്സണലി ഇതെനിക്ക് ജീവിക്കാനുള്ള വചനമാണ്, ഇത് എനിക്ക് എൻ്റെ ആത്മാവിന് ദൈവമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ജീവൻ്റെ നദിയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളത്തിലൂടെ ജീവൻ്റെ നദികൾ പുറപ്പെടുവെന്നാണ്. അപ്പോൾ അത് പുറപ്പെടാതെ ഇരിക്കുന്നത് നമ്മളതിനെ പേഴ്സണലി നമ്മളതിനെ റിസീവ് ചെയ്തിട്ടില്ല, നമ്മളത് വായിച്ചു, നമ്മളത് കളഞ്ഞു. ഓക്കെ, സോ നമ്മളതിനെ ആക്ടിവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെസ്. അപ്പം ഞാൻ ഈ വചനം വായിക്കുകയാണ്, എൻ്റെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ ഈ വചനം വായിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഞാൻ അകത്ത് കിടക്കുന്ന ഡെപ്തായിട്ട് കിടക്കുന്ന ഒരു വചനമാണ്. ആ ഇമ്മീഡിയറ്റ് എൻ്റെ മുൻപിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു അറ്റാക്ക് വരുമ്പോൾ, ഇമ്മീഡിയറ്റ്ലി ഈ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ഹോളി സ്പിരിറ്റ് റിവീൽ ചെയ്തു തരികയാണ് എനിക്ക്. ഇമ്മീഡിയറ്റ്ലി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, സെൻസിറ്റീവായിട്ട് പറയും, അവൻ നിൻ്റെ കൂടെയുണ്ട്, അവൻ നിന്നെ സഹായിക്കും, നീ എന്തിനാ ഭാരപ്പെടുന്നത്. ഈ വചനത്തിലൂടെ അത് വെളിപ്പാടായി മാറുമ്പോൾ അത് നമ്മുടെ ആ ഹൃദയത്തിൻ്റെ അകത്തേക്ക് റേമയായി മാറുകയാണ്, ആക്ഷനായി മാറുകയാണ്, ജീവനദിയായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. യശയ്യാവിൻ്റെ പുസ്തകം 41:10 നമ്മൾ വായിച്ചതാണ്, ഫിയർ ദോ നോട്ട് ഫോർ ഐ ആം വിത്ത് thee എന്ന് പറഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആ സിറ്റുവേഷനിൽ നമ്മൾ പരിശുദ്ധാത്മാവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രമേ, അവൻ്റെ സ്വരം നമുക്ക് മനസ്സിലാകുന്നെങ്കിൽ മാത്രമേ അവന് നമ്മളോട് സംസാരിക്കാൻ പറ്റൂ. നമ്മൾ എന്താണ് വായിച്ചത്? യോഹന്നാൻ 14 വായിച്ചത്, അവൻ നിങ്ങളോട് സംസാരിക്കും, അവൻ നിങ്ങളെ ഉറപ്പിക്കും, അവൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും, അവൻ നിങ്ങളെ വഴി നടത്തും. സോ പരിശുദ്ധാത്മാവിൽ റിലേ ചെയ്തില്ലെങ്കിൽ നമുക്ക് വേർഡ് ഓഫ് ഗോഡിൻ്റെ റെവലേഷൻ നമുക്ക് ലഭിക്കത്തില്ല, നമുക്കത് ജീവനദിയായി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഒരു റേമയെക്കുറിച്ച് പറയുമ്പോൾ, ഒരു വചനം നമ്മൾ ഒരാളുടെ ഹൃദയത്തിൽ പെട്ടെന്ന് ടച്ച് ചെയ്യും. നമ്മൾ പറയത്തില്ല, ചിലർ പറയത്തില്ല, ആ വചനം എൻ്റെ ഉള്ളത്തിൽ ക്രിയ ചെയ്തതാണ് എനിക്ക് രക്ഷയിലേക്ക് വരാൻ സാധിച്ചതെന്ന്. പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുകയാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ. പ്രോവർബ് ചാപ്റ്റർ 3:5 പറയുന്നു, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ ദൈൻ ഹാർട്ട്. ദൈവത്തിൽ വിശ്വസിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ വിശ്വസിക്കുക. സോ എവ്രിവെയർ ഹൃദയമാണ് ഈ ലോഗോസിനും റേമായ്ക്കും പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തും മനസ്സിൻ്റെ അകത്തുമാണ്. മനസ്സിൽ ലോഗോസ് കയറുന്നു, റേമ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കയറി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു യൂട്രസിൻ്റെ അകത്തേക്ക് ഒരു സ്പേം വന്നു കഴിഞ്ഞാൽ അത് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ജീവൻ പ്രൊഡക്ഷനിലേക്ക് പോകും. നമ്മൾ പോലും അറിയേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി പോകും. സോ ദ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകണം. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വായിലൂടെ ലോഗോസ് വചനം നമ്മൾ പറയുകയാണ്, പക്ഷേ അത് പരിശുദ്ധാത്മാവ് അത് നമുക്ക് റേമയാക്കി തരികയാണ്, ജീവൻ്റെ നദിയാക്കി നമ്മളുടെ ഉള്ളത്തിൽ നമ്മുടെ സ്പിരിറ്റിനോട് ചേർന്ന് അതിനെ നമുക്കിത് കാണാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഓൾ ഇൻ ദ സ്പിരിറ്റ് റാലമിലാണ്.
നെക്സ്റ്റ് നമുക്ക് വിക്ടറി ഇൻ ബാറ്റിൽ. ഏത് ബാറ്റിലാണോ നമ്മുടെ മുമ്പിൽ വരുന്നത് അത് നമുക്ക് വിക്ടറി ആയിട്ട് മാറും. ഹല്ലേലൂയ. സോ റേമ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ, പ്രൊഫസിയാണ് വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് വചനമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഫീലിങ്സ് ആണ് ഈ റേമയായി മാറുന്നത്. ഹൗ ഹീ ഫീൽ ദാറ്റ്. അവൻ എങ്ങനെയാണ് ഒരു വചനം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഈ റേമ എന്ന് പറയുന്നത് ലോഗോസുമായിട്ട് കണക്റ്റഡ് ആയെങ്കിൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന വചനം, ബൈബിളിലുള്ള വചനമാണ് പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളത്തിൽ റേമയാക്കി തരുവാൻ സാധിക്കുന്നത്. പുറത്തു നിന്നുള്ളതല്ല, അവനിൽ നിന്ന് കേട്ടതാണ് നമുക്കത് റിവീൽ ചെയ്തു തരുന്നത്. പരിശുദ്ധാത്മാവ് സ്വന്തമായിട്ടല്ല സംസാരിക്കുന്നത്, എന്നിൽ നിന്നും ഉള്ളതാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. സോ എന്നിൽ നിന്നുള്ളത് എന്താണ്? വചനത്തിൻ്റെ അകത്തുള്ളതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് റിവീൽ ചെയ്ത് നമ്മളെ എംപവർ ചെയ്യുന്നത്. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വചനം നമ്മൾ വായിക്കണം. ഓക്കെ, വചനം നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസം നമ്മളിലേക്ക് വരുവാനിടയാകും. വിശ്വാസം വന്നു കഴിയുമ്പോൾ അത് പരിശുദ്ധാത്മാവ് അത് ജീവൻ്റെ നദിയാക്കി നമ്മുടെ ഉള്ളത്തിലേക്ക് നമുക്ക് വാക്ക് ബൈ ഫെയ്ത്ത്. പിന്നെ നമുക്ക് ലോകത്തിലുള്ള ഭയമില്ല. വചനം പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, സുബോധത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജയത്തിൻ്റെയും ആത്മാവിനെയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. എബ്രായ ലേഖനം 13:5 പറയുന്നു, ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടുക, ഐ വിൽ നെവർ ലീവ് ദീ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോമിസാണ്. ആ പ്രോമിസ് വായിച്ചാൽ മാത്രം എനിക്കതിലോട്ട് സന്തോഷിച്ച് നടക്കാൻ പറ്റത്തില്ല. എനിക്കിനി ഒരു വാക്കുണ്ട്, എനിക്കിനി ഒരു നടപ്പുണ്ട്. നടക്കണമെങ്കിൽ മറ്റൊരു വ്യക്തി വിശ്വസിച്ചത് കൊണ്ടാവത്തില്ല. ഞാൻ എൻ്റെ ഈ മണ്ണിൻ്റെ അകത്ത് അത് വീണ് കഴിയുമ്പോഴാണ്, ആ മണ്ണിൻ്റെ അകത്ത് വീണാൽ സൂര്യപ്രകാശവും വെള്ളവും ആ ചൂടും എല്ലാം കൂടെ ആകുമ്പോൾ ഈ ചെടി വളരാൻ തുടങ്ങും. സോ അതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് പോകും, അത് ഫലം കായ്ക്കും. 100, 60, 30 മേനിയായിട്ടത് മാറും. നമ്മൾ വായിച്ചതുകൊണ്ടോ പറഞ്ഞതുകൊണ്ടോ മെസ്സേജ് കൊടുത്തതുകൊണ്ടോ ഇത് നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആകത്തില്ല. നമുക്കതിൽ നടക്കാൻ പറ്റത്തില്ല. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം വായിച്ച്, ആത്മീയ വർധന ഉണ്ടാകുന്നതും പ്രബോധനം കൊടുക്കുന്നതുമെല്ലാം ആശ്വാസം ലഭിക്കുന്നതും എല്ലാം മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ വചനം സംസാരിക്കുമ്പോഴാണ്. സംസാരിച്ചതുകൊണ്ടായില്ല, അവരുടെ ഉള്ളത്തിലേക്ക് അത് ആശ്വാസമായിട്ടും ആത്മീയ വർധനയുമായിട്ടും അവരുടെ ഉള്ളത്തിൽ ഒരു പ്രബോധനമായിട്ടും വരണമെങ്കിൽ ആ വചനം പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ഇരുന്നു കൊടുക്കണം. നമ്മുടെ ആ ഹൃദയം നമ്മുടെ അതൊന്ന് വിട്ടുകൊടുത്ത് നമ്മളൊന്ന് ഈൽഡായി നമ്മൾ കുറച്ച് സമയമെടുത്തെങ്കിൽ മാത്രമേ അത് നമ്മുടെ ഉള്ളത്തിലേക്ക് വരത്തുള്ളൂ. ഓക്കെ, സോ എങ്ങനെയാണ് പ്രവചനം എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ അവസാനത്തെ ആ ഒരു മെസ്സേജിലേക്ക് പോവുകയാണ്. കാരണം ഒത്തിരി നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആകും. ഓക്കെ, സോ ഈ റേമയാകുന്നത് എങ്ങനെയാണ്, വചനം എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നതെന്നും അതെങ്ങനെ റേമയാകുന്നെന്നും നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരാൾ വചനം വായിക്കുകയാണെന്ന് വെച്ചോ. ആ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, ന്യായപ്രമാണ പുസ്തകം നിൻ്റെ വായിൽ നിന്ന് മാറാതിരിക്കട്ടെ, നീ അതിനെ രാവും പകലും ധ്യാനിക്കണം. സോ ധ്യാനം എന്ന് പറയുമ്പോൾ മെഡിറ്റേഷനിലൂടെയാണ് ഇത് റേമയായിട്ട് മാറുന്നത്. ലോഗോസാണ്, വായിക്കുന്ന വചനം വായിച്ചതുകൊണ്ട് റേമയാവണമെന്നില്ല. നിങ്ങൾ അതിനെ അലൗ ചെയ്യണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് അതിനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇതൊരു പ്രോസസ്സാണ്. നമ്മൾ മെഡിറ്റേറ്റ് എന്നുള്ള കുറച്ച് സമയം അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുക. വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വചനം നമ്മളെ ടച്ച് ചെയ്യും. നമ്മളത് 5 ചാപ്റ്റർ വായിച്ചെങ്കിൽ ഈ 5 ചാപ്റ്ററിലും എന്താണ് യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത്? ഇറ്റ്സ് ഓൾ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. പഴയ നിയമത്തിൽ മുഴുവനും യേശു കർത്താവിനെ കുറിച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പുതിയ നിയമത്തിൽ യേശു കർത്താവ് ഈ പുതിയ നിയമവചനത്തിലൂടെ അല്ലെങ്കിൽ പഴയ നിയമത്തിലൂടെ എന്നോട് എന്താണ് സംസാരിക്കുന്നത്? അവൻ എന്താണ് എനിക്ക് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് അവൻ്റെ ഇഷ്ടം? എന്താണ് അവൻ്റെ ആഗ്രഹം? ആ യേശു കർത്താവ് റിയലായിട്ട് ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് ഹല്ലേലൂയ അവൻ്റെ ഉള്ളത്തിൽ ഒരു വെളിപ്പാടായി അത് മാറുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ പൗലോസ് ന്യായപ്രമാണം വായിച്ചിട്ടുണ്ട്. അനേക സമയങ്ങളിൽ പൗലോസ് ന്യായപ്രമാണത്തിനകത്ത് ഉരുണ്ട് കിടന്ന് കഴിച്ച് അതിനെ വെള്ളം പോലെ കലക്കി കുടിച്ച ഒരാളാണ് പൗലോസ് എന്ന് പറയുന്നത്. പക്ഷെ പൗലോസിന് യേശു കർത്താവിനെ അവിടെ കാണാൻ പറ്റിയില്ല, അല്ലേ? എന്തുകൊണ്ടാണ് കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് ഹോളി സ്പിരിറ്റ് അത് റിവീൽ ആക്കിയില്ല അദ്ദേഹത്തിന്. കറക്റ്റ് ടൈം ആയപ്പോൾ
ഹോളി സ്പിരിറ്റ് അവൻ്റെ ഉള്ളത്തിലേക്ക് അത് റിവീൽ ചെയ്ത് കൊടുക്കുമ്പോൾ അവന് അത്രയും നാൾ വായിച്ചതിൻ്റെ അകത്തെ ക്രിസ്തുവിനെ അവന് കാണാൻ പറ്റി. അതൊരു ജീവൻ്റെ നദിയായി, ഒരു റിലേഷൻഷിപ്പായി, ഒരു കണക്ഷനായി മാറി പിതാവിനോട്. ഇത്രയും നാൾ പിതാവിൻ്റെ വചനം വായിക്കുന്നുണ്ട്, പക്ഷെ അവന് മനസ്സിലാകുന്നില്ല, വെളിപ്പെട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവനിൽ വന്ന ആ രൂപാന്തരം വന്നപ്പോൾ ആരാലും അവനെ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവന് ഒരു വെളിപ്പാടിൻ്റെ ഒരു കലവറയായി മാറി. സോ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ നമ്മൾ ഇഷ്ടം വയ്ക്കുമ്പോൾ അവൻ്റെ ന്യായപ്രമാണം രാവും പകലും ധ്യാനിക്കണമെന്ന് ആ സങ്കീർത്തനം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ പറയുന്നത്. അത് അറിവായിട്ട് നമ്മുടെ ഉള്ളത്തിലേക്ക് വരും. വചനം വായിക്കുമ്പം ഇങ്ങനെയാണ്, മത്തായി പോയി, മർക്കോസ് പോയി, യോഹന്നാൻ പോയി. എന്നാൽ അത് ധ്യാനിക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവനായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി അവിടെയാണ് ജീവൻ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകുന്നത്. 30, 60, 100 മേനയായി പോകുന്നത്. സദൃശ്യവാക്യം 4:22 വാക്യം പറയുന്നു, അവയെ വചനത്തെ കണ്ടെത്തുന്നവർ അവ ജീവനാകുന്നു അവർക്ക്. സദൃശ്യവാക്യം 4:22-23 വായിച്ചേ. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവും ആകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. അപ്പം ജീവന് ഒരു ഉത്ഭവമുണ്ട്. ജീവൻ ഒരിടത്ത് നിൽക്കുന്നില്ല. ജീവനുള്ളവർ ചലിച്ചുകൊണ്ടേയിരിക്കും. ജീവനുള്ളവർ ഹൃദയം തുടിക്കുന്നത് വരെയും അതിൻ്റെ വർക്കുള്ളത്, അത് ഹാർട്ട് ബീറ്റ് ഉള്ള കാലത്തോളം ആ മനുഷ്യൻ ജീവനുണ്ട് അവൻ്റെ അകത്ത്. ഓക്കെ, സോ അവയെ കിട്ടുന്നവർക്ക്, ഈ വെളിപ്പാട് കിട്ടുന്നവർക്ക്, അത് വെളിപ്പെട്ട് കിട്ടുന്നവർക്ക് അത് ജീവനാണ്. അവരുടെ സർവ്വദേഹത്തിന് സൗഖ്യമാണ്. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. അപ്പോൾ ഈ ജീവൻ്റെ ഉത്ഭവം എവിടെയാണ്? നിന്റെ ഹൃദയം എന്ന മണ്ണിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഹൃദയത്തിന് ഭയങ്കര സൗഖ്യമാണ്, സമാധാനമാണ്. അവൻ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവനായിരിക്കും. ഏത് വിഷയം അവൻ്റെ ജീവിതത്തിൽ വന്നാലും അവൻ ഒരു കൂസലുമില്ലാതെ പൗലോസിനെ പോലെ, അല്ലെങ്കിൽ പത്രോസിനെ പോലെ, യോഹന്നാനെ പോലെ വറചട്ടിയിലിട്ടാലും. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊരു പ്രശ്നം, നിങ്ങളെല്ലാവരും വചനം വായിക്കും, ബട്ട് വെൻ ദ പ്രോബ്ലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ നിങ്ങൾ പാറ പോലെയാകും, എസ്കേപ്പ് ആകും. കാരണം റൂട്ടായില്ലായിരുന്നു. അതുകൊണ്ട് പ്രാക്ടിക്കലി വരുമ്പോഴെല്ലാവരും വീണു പോവുകയാണ്. എല്ലാവരും വചനം മെഡിറ്റേറ്റ് ചെയ്യും, വചനം പറയും, വചനം അരച്ചു കുളിക്കും, വചനം സൂമി പ്രസ്താവിക്കും. പക്ഷേ റിയൽ ലൈഫിൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അവർ മറ്റൊരു പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ച് മാറ്റാൻ നോക്കും, അല്ലെങ്കിൽ ഉപവസിച്ച് അതിനെ മാറ്റാൻ നോക്കും. ബട്ട് പരിശുദ്ധാത്മാവിൽ നമ്മൾ വിധേയപ്പെട്ടാൽ, നമ്മൾ മിണ്ടാതെ ഇരുന്നാൽ, നമ്മൾ ജസ്റ്റ് സൈലൻ്റായി ദൈവസന്നിധിയിൽ മിണ്ടാതെ ഇരിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് വിൽ റിവീൽ, നൗ പ്രേ, നൗ ടോക്ക്, നൗ പ്രേസ്, നൗ വർഷിപ്പ്, നൗ ടോക്ക് ടു മീ. ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ കരയും, ചിലപ്പോൾ നമ്മൾ നിലവിളിക്കും, ചിലപ്പോൾ എക്സൈറ്റ്മെൻ്റ് ആകും. ഇറ്റ്സ് ഓൾ. അതുകൊണ്ടാണ് കഥ കടച്ച് നിങ്ങൾ റൂമിലിരിക്കാൻ പറഞ്ഞത്, നിങ്ങളുടെ പേഴ്സണൽ പ്രെയറിനെ കുറിച്ച്. ഇറ്റ്സ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. ശുലൈം കാരത്തിയെ പോലെ അവൾ ജീവൻ്റെ നദി നമ്മളിലൂടെ പുറപ്പെടുമ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പിന്നെ ഓടിപ്പോകത്തില്ല. അവൻ്റെ അടുക്കിലേക്ക് തന്നെ നമ്മളെപ്പോഴും നമ്മൾ അവിടെ കുത്തിയിരിക്കും. ഇത് എനിക്ക് ഇനിയും വേണം, എനിക്ക് ഇനിയും വേണം, ഇത് ഇത്രയൊന്നും എനിക്ക് പോരാ, ഇനിയും എൻ്റെ ജീവിതത്തിൽ ഇനിയും വേണം. അവരുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ ഒരു ചിന്തയായിരിക്കും. ഹല്ലേലൂയ. റേമ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അപ്പൊ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവനിലല്ലോ ആക്ട്സ് ചാപ്റ്റർ 17 നമ്മൾ കാണുന്നുണ്ട്, അവനിലല്ലോ നാം ഇരിക്കുന്നതും ചരിക്കുന്നതും വസിക്കുന്നതും അവനിലാണ്. സോ ഇതൊരു നമ്മൾ ഇരുന്നൊന്ന് ചിന്തിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. എവിടെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവചനം, ആ പ്രശ്നം, ഈ പ്രാർത്ഥന, ആ കൂട്ടം, ഈ കൂട്ടം. നമുക്കൊരു പേഴ്സണൽ ഇൻറ്റിമസി റിലേഷൻഷിപ്പ് വന്നില്ലെങ്കിൽ, നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ, നമ്മൾ അതിന് വില കൊടുത്തില്ലെങ്കിൽ, സമയം കൊടുത്തില്ലെങ്കിൽ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തില്ല, നമുക്ക് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാൻ പറ്റത്തില്ല, ഹൃദയത്തിൽ സന്തോഷത്തോടുകൂടി ഒരു പാട്ടുണ്ടാകത്തില്ല. നമ്മുടെ മുഖം വളിച്ചു തന്നെ ഇരിക്കും ഇങ്ങനെ അവളെയും ഇവരെയും നോക്കിക്കൊണ്ട്. കാരണം
ക്രിസ്തുവിൻ്റെ വചനമാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. ഈ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്നാണ്. സോ വചനത്തിൻ്റെ അകത്ത് ജ്ഞാനമുണ്ട്. അത് റിവീൽ ചെയ്തു തരുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. സോ പരിശുദ്ധാത്മാവിനെ മാറ്റിയിട്ട് മണവാട്ടി സഭയ്ക്ക് നത്തിങ്, ഷീ കനോട്ട് ലീവ് വിത്തൗട്ട് ഹോളി സ്പിരിറ്റ്. അവൾ പരിശുദ്ധാത്മാവിൽ ഈൽഡ് ആകുന്നില്ലെങ്കിൽ, അവൾ പരിശുദ്ധാത്മാവിൽ വസിക്കുന്നില്ലെങ്കിൽ, എന്നിൽ വസിക്കുമ്പോൾ അനേക ഫലങ്ങൾ ഉണ്ടാകുന്നല്ലേ യോഹന്നാൻ 15 പറയുന്നത്. യു അബൈഡ് ഇൻ മീ. പക്ഷേ അപ്പോൾ നമ്മൾ പറയും അവനിൽ അബൈഡ് ഇൻ മീ എന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് അബൈഡ് ഇൻ മീ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ക്രിസ്തുവിൽ ഞാൻ വസിക്കുന്നത്? എനിക്കൊന്നുമേ മനസ്സിലാകുന്നില്ല കർത്താവേ എന്ന് നമ്മൾ പറയും. ഒറ്റ സിമ്പിൾ കാര്യമേ ഉള്ളൂ. ഒരുവൻ്റെ ഉള്ളം ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇനി ഒരു ബലാത്കാരാണ് സ്വർഗരാജ്യത്തെ പിടിച്ചെടുക്കുന്നതാണ്. എനിക്ക് വിളിയില്ല, എനിക്ക് തിരഞ്ഞെടുപ്പില്ല, എന്നെ ആരും തൊട്ടില്ല, എനിക്ക് പ്രവചനമില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് രോഗി സൗഖ്യമാകില്ല. ലീവ് ഓൾ ദാറ്റ് തിങ്സ്. ബിക്കോസ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് ദൈവത്തിൻ്റെ സമയത്ത് ഓരോന്നും സംഭവിക്കും. നമ്മളുടെ റിലേഷൻഷിപ്പാണ് ഇമ്പോർട്ടൻറ്റ്. അവൻ എന്ത് നമ്മളിലൂടെ ചെയ്യണമോ അത് കറക്റ്റ് സമയത്ത് ചെയ്തിരിക്കും. ഞാൻ മരിച്ചവരെ ഉയർപ്പിച്ചില്ലെന്ന് വെച്ചാൽ എനിക്ക് ദൈവമായിട്ടുള്ള ഇൻറ്റിമസി ഇല്ലെന്നാണോ? നമ്മുടെ ഇൻറ്റിമസിയാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു രോഗിയെ സൗഖ്യമാക്കിയതോ മറ്റ് ഔട്ട്കമ്മിനെ കുറിച്ചല്ല. നമ്മളും ദൈവമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ സ്നേഹം, സന്തോഷം, ഇതാണ് നമ്മുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മളിലൂടെ ഡെയിലി ബേസിൽ നമ്മളുടെ പേഴ്സണൽ ജീവിതത്തിൽ നമ്മുടെ ബേസ് ആയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ദൈവത്തിന് ഒരു പ്രയോജനവുമില്ല, നമുക്കും ഒരു സന്തോഷമില്ല. എപ്പോഴും നമ്മൾ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ദൈവ പൈതൽ സന്തോഷിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ വചനമുണ്ടായിരിക്കണം. അത് ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും നമ്മുടെ ഉള്ളത്തിൽ വസിക്കട്ടെ എന്നാ. ഇറ്റ് ഹാസ് ടു റിലേ അബൈഡ് ഇൻ മീ. നമ്മുടെ ഉള്ളത്തിൽ വസിക്കണം. അപ്പോൾ നമ്മളിന്ന് വായിച്ച വചനം നിങ്ങൾ വായിക്കണം. യോഹന്നാൻ 13, 14, 15, 16, 17 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ വളരെ ആഴത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചും വചനത്തെക്കുറിച്ചുമുള്ള ആഴം നിങ്ങളിലേക്ക് ഇറങ്ങും. അപ്പം നമ്മൾ വായിച്ച വചനം ഇതാണ്. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 26 പറയുന്നു, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. ബിക്കോസ് ബിഹാഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ് പരിശുദ്ധാത്മാവ് ഇവിടെ ആയിരിക്കുന്നത്. കാരണം ഇന്ന് നമ്മളെല്ലാവരും നിങ്ങൾക്ക് ഒരു 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 വേ പറഞ്ഞുതരാം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാനായിട്ട്. നമ്മളിവിടെ ജഡത്തിലാണ് ഇരുന്നത്. റാണി ജഡത്തിലിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ജഡത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വചനം നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നത്. പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ സഹായിച്ചു, നിങ്ങൾ ബോൺ അഗെയിൻ ആയി. പക്ഷെ ഞാനും പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധമില്ല. അത് പരിശുദ്ധാത്മ സ്നാനം വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ഫുൾ കൺട്രോൾ ഹോളി സ്പിരിറ്റ് ഏറ്റെടുക്കുമ്പോഴാണ് നമ്മളൊരു അടുത്തൊരു സ്പിരിച്വൽ ലെവലിലേക്ക് പോകുന്നത്. ദാറ്റ്സ് ഓക്കെ, അതവിടെ വെക്കുക. ഇവിടെ പറയുന്നത് ഈ പുതിയ സൃഷ്ടിയാകുമ്പോൾ നമ്മൾ എന്തുവാ, നമുക്ക് കാണാൻ പറ്റുമോ നമ്മളെവിടെയാണ് പുതിയതായിട്ട് ജനിച്ചതെന്ന്? അണ്ടിൽ അൺലെസ് യു ഡോണ്ട് ബോൺ അഗെയിൻ യു കനോട്ട് സീ ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബോൺ അഗെയിൻ ആകുന്നത് നമ്മൾ വചനം കേട്ടു, നമ്മൾ വിശ്വസിച്ചു, നമ്മൾ ആക്ഷനിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം വന്നു, ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. ഇത് ഹൃദയത്തിലാണ് സംഭവിക്കുന്നത്. പുതിയ സൃഷ്ടിയായി നമ്മൾ. പുതിയ കല്ല് പോലെയുള്ള മാംസം മാറ്റിയിട്ട് മാംസം പോലെയുള്ള ഒരു ഹൃദയം നമുക്ക് തരികയാണ്. ഇനി ഈ ഹൃദയത്തിൻ്റെ അകത്ത് ക്രിസ്തു എന്ന വചനം വസിക്കണം. ആ വസിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് അവൻ ഇപ്പോൾ കാര്യസ്ഥനായി നമ്മുടെ ഉള്ളത്തിലുണ്ട്. ഹി വിൽ റിവീൽ എവ്രിതിങ്. അങ്ങനെ നമ്മളെ വിട്ടുകളയത്തില്ല. ബിക്കോസ് അവനിലൂടെയാണ് നമ്മൾ ബോൺ അഗെയിൻ ആയതെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലെയാണ്. നിങ്ങൾ ആരെങ്കിലും എനിക്ക് എതിരായി ഒരു അപവാദമോ എന്നെ അടിക്കാനോ എന്നെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ എൻ്റെ കാല് തല്ലി ഒടിച്ചാൽ ചോദിക്കാൻ എൻ്റെ ഹസ്ബൻഡുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, സ്പിരിച്വൽ കാര്യത്തിൽ പുള്ളി ഇൻവോൾവ് ആയില്ലെങ്കിലും വെൻ ഇറ്റ് കം ടു ഫിസിക്കൽ പുള്ളി ആക്ഷൻ എടുക്കും. മനസ്സിലായോ? അതാണ് ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്ന് കാണിക്കുകയാണ്. ഇനി ഇല്ലാത്തവരുടെ കുടുംബം ഉണ്ടായിരിക്കും, അതല്ല ഞാൻ പറയുന്നത്. ആക്ച്വലി ഹസ്ബൻഡ് വൈഫ് എന്ന് പറഞ്ഞതല്ലേ. അപ്പം നമ്മളും അവനുമായിട്ട് എൻഗേജ് ആയെങ്കിൽ എനിത്തിങ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ്, ഹീ ഈസ് ദ റെസ്പോൺസിബിൾ ഗോഡ്. അത്രയും നമ്മളങ്ങ് വിശ്വസിക്കണം, അവനിലങ്ങ് സറണ്ടർ ചെയ്യണം. എന്നെയും കൊണ്ടൊന്നും പറ്റത്തില്ല. നൗ യു ഡു യുവർ വിൽ ലോർഡ്. പക്ഷെ നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പോകണം, ഇന്ന് ചെയ്യണം. സമയമില്ല. അവിടെ മീറ്റിംഗ്,
ഇന്ന് പത്തനംതിട്ട മീറ്റിംഗ്, നാളെ പാലക്കാട് മീറ്റിംഗ്, ഓടിക്കൊണ്ടേയിരിക്കുക നമ്മൾ. നാളെ നമുക്കൊരു സൂം മീറ്റിംഗ് ഉണ്ട്, നാളെ നമുക്ക് പിന്നെ ഇന്ന ആളെ നമുക്ക് വിളിക്കണം, അന്ന ആളെ വിളിക്കണം. യു ഡു വാട്ട് എവർ യു വാണ്ട്. നീ 100 ചെയ്യുന്നതിനേക്കാൾ നല്ലത് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടിട്ട് ഒരു കാര്യം ചെയ്യുന്നതിനകത്താണ് വിക്ടറി ഇരിക്കുന്നത്. അവിടെയാണ് പിതാവ് സന്തോഷിക്കുന്നത്. ആമേൻ. അപ്പോൾ നിനക്കും സന്തോഷം ഉണ്ടാവും. മറ്റേത് നീ എത്രയൊക്കെ ചെയ്തൊന്നുമല്ല, നിനക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം നിൻ്റെ ഇഷ്ടത്തിനാണ് ഒത്തിരി കാര്യങ്ങൾ നീ ചെയ്തത്. നമ്മുടെ മൈൻഡിനെ നമ്മൾ സറണ്ടർ ചെയ്തില്ലെങ്കിൽ, ടേക്ക് അപ്പ് ദ ക്രോസ്, ഡിനൈ യുവർ സെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോ മീ എവ്രി ഡേ. നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം എടുത്താട്ടെ. പുറപ്പാട് പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 16-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിക്കും. ഓക്കെ, ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിനാണ്. പുതിയ നിയമത്തിൽ നമുക്കെല്ലാം ഫ്രീ ആയിട്ട് തന്നു, പക്ഷേ അവസാനം വരെയും പരീക്ഷണമുണ്ട്. എന്തിനു വേണ്ടിയിട്ടോ? നീ വരുമോ ഇല്ലയോ എന്ന്. സ്തോത്രം. എല്ലാവരും ഒന്ന് അലേർട്ടായേ. നിങ്ങളോടൊരു ഡെപ്ത് പറഞ്ഞു തരാൻ പോവാണ്. എമൗസിലേക്ക് പോയ ശിഷ്യന്മാർ, അവർ പിന്മാറ്റത്തിലാണ് ഓൾമോസ്റ്റ്. അവർ കൂടെ നടന്നതാ, പക്ഷെ അവർ മറന്നുപോയി. പക്ഷെ അവർ ചിന്തിച്ചപ്പോൾ അവൻ അടുത്ത് വന്നു അവരുടെ. നീ ഒന്ന് ചിന്തിക്കുമ്പോൾ, നീ ഒന്ന് വിളിച്ചാൽ മതി, ഈസ് നിയർ ടു യു. നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ ഉടനെ നോക്കും ഏതാണ് സൂട്ടും കോട്ടും ഇട്ട് 2 ബിർബിർന്നടിക്കുന്ന പ്രവാചകൻ എവിടെയുള്ളതെന്ന് തപ്പിപ്പിടിക്കും നമ്മൾ. എത്ര പാസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടെന്നറിയാമോ? ആരെങ്കിലും ഉണ്ടോ കൈനോട്ടക്കാരൻ, എനിക്കൊരു നമ്പർ തരാമോ? ശരിക്കും കൊടുത്തങ്ങ് ഫോൺ വയ്ക്കും. സ്തോത്രം. നന്നാവാൻ പറയും പോയിട്ട്. ഹല്ലേലൂയ. സോ അവിടെ നോക്കിക്കോന്ന്, അവർ പുറപ്പെട്ട ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നൊന്ന് പെറുക്കിക്കൊള്ളണം. അവർ പുറപ്പെട്ടെന്നുള്ളതിനകത്ത് വെണ്ടയ്ക്ക് അശ്വത്തിൽ ഒരു റെഡ് ലൈറ്റിൽ വട്ടമിട്ട് വയ്ക്കണം. ഞാൻ തരും, പക്ഷെ വീട്ടിനകത്തോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വായിക്കകത്തോട്ട് വെച്ച് തരികയല്ല, പുറപ്പെടണം. യു ഹാവ് ടു ടേക്ക് ദ ആക്ഷൻ ആൻഡ് ഇനിഷ്യേറ്റീവ്. നീ ആ ഒരു എഫേർട്ട് എടുക്കണം. ഇത്രമാത്രം നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലയോ? നിനക്ക് അന്നന്ന് വേണ്ടുന്ന മന്ന ഞാൻ തരും, പക്ഷെ ഇത് പഴകിപ്പോരുത്. അത് പുറത്ത് എഴുതിയിരിക്കുന്നു, 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പിറ്റേ നാളത്തേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുത്. ഇന്നത്തെ വചനം കൊണ്ട് നാളെ ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട. ഇന്നത്തെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നെങ്കിലും അത് ഓരോ മിനിറ്റിലും ഹോളി സ്പിരിറ്റ് അത് റിവീൽ ചെയ്ത് റീഫ്രഷ് ചെയ്ത് തരുമ്പോഴാണ് അന്നൊരു ഫ്രഷ് മഞ്ഞയായിട്ട് അത് മാറുന്നത്. സോ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത്, നിങ്ങളൊരു പ്ലഡ്ജ് ചെയ്യണം. എവ്രി ഡേ ഞാൻ വചനം വായിക്കും. ഇറ്റ് ടുക്ക് മെനി ഇയേഴ്സ് എൻ്റെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലി വരാനായിട്ട്. ഞാൻ 10 മാസമേ ഉള്ളൂ പാസ്റ്ററായിട്ട്. അതിനു മുമ്പ് ഞാനൊരു സാധാരണപ്പെട്ട പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയായിരുന്നു. എനിക്ക് ഇതിലെ എങ്ങനെ റിലേ ചെയ്യണമെന്ന് എനിക്ക് അധികമൊന്നും ബാലൻസ് കിട്ടാത്തൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റുകളും ഓരോ ദിവസങ്ങളും ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഇതൊക്കെ സോ ഈസി എന്ന് മനസ്സിലാകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കോടി ടെൻഷനുകളും പ്രശ്നങ്ങളും ടെസ്റ്റുകളും തന്നു. ഏതെല്ലാം റോഡിലൂടെയാണോ പോകേണ്ടത് ആ റോഡിലൂടെയുള്ള ടെസ്റ്റുകളെല്ലാം തന്നു. പ്രശ്നം ഓവർകം ചെയ്തു മസിലുകളെ എംപവർ ചെയ്ത് നമ്മെ ഇവിടെ വരെ എത്തി. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എപ്പോൾ സമയം കിട്ടിയാലും പോയി മുട്ടുമടക്കുക. സ്പൈനൽ പ്രോബ്ലം കൊണ്ട് മുട്ടുമടക്കാൻ വയ്യാത്തൊരു വ്യക്തി ഇന്ന് എപ്പം നോക്കിയാലും മുട്ടുമടക്കി ദൈവസന്നിധിയിലിരുന്ന് ഐ ജസ്റ്റ് റിജോയ്സ്. മറ്റേതൊക്കെ ഇങ്ങനെ ആടുമായിരുന്നു. ഇപ്പോൾ അതിനെക്കാട്ടിലേക്ക് ഇവരെ ജസ്റ്റ് ഹൃദയം അവനിലേക്ക് അങ്ങ് പകരും. ഐ റിജോയ്സ് ഹിസ് പ്രസൻസ്. നിങ്ങൾ എന്നും അങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുക്കണം. നിങ്ങൾ വചനം വായിക്കുന്നതിന് മുമ്പ് അല്പസമയം ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് വെയിറ്റ് ഫോർ ഹിസ് പ്രസൻസ്. ഹോളി സ്പിരിറ്റ് നിങ്ങൾക്കത് റിവീൽ ചെയ്ത് തരാനായിട്ട്, നിങ്ങളോട് ചേർത്ത് നിങ്ങളോട് നടക്കാനായിട്ട്. ദെൻ നിങ്ങൾ അതിനെ സമയം കൊടുക്കണം. ഹൃദയത്തിൻ്റെ അകത്തോട്ട് ഇറങ്ങാനായിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം. എന്തോ ഞാൻ വായിച്ചത്, എന്നോട് എന്തോ സംസാരിച്ചത്, നമ്മുടെ ഹൃദയത്തോടത് വീണ്ടും ആഴത്തിലേക്ക് അത് ഇറങ്ങും. അപ്പം കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞതുപോലെ കോൺഷ്യസ് മൈൻഡിൽ കേട്ടത് സബ് കോൺഷ്യസ് മൈൻഡിൽ വീണ്ടും ചിന്തിക്കുമ്പോഴാണ് നമ്മളൊരു പ്രശ്നം കേട്ട് കഴിഞ്ഞതിന് ശേഷം എന്നാലും അവൾ എന്നോട് ചെയ്തല്ലോ എന്ന്, എടി നിന്നെക്കുറിച്ച് മറ്റേവർ പറഞ്ഞു, നീ ഇങ്ങനെ ഈ ഇതിനെക്കുറിച്ച് ടാ എന്ന് പറയുമ്പം ഞാനത് കേട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം, തോബിയത്തും സൽബലത്തും വരട്ടെ സ്തോത്രം, അപ്പോഴല്ലേ മാവിൽ വാങ്ങേണ്ട, ഇങ്ങനെ നമ്മൾ പറയുമ്പോഴുണ്ടല്ലോ അതിന് നമ്മൾ അവിടെ തന്നെ ചേമ്പലയിൽ വീണതുപോലെ തെറിച്ചു പോയത്.
പക്ഷേ ഞാനപ്പോൾ പറയാണ്, പണ്ടൊക്കെ ഞാൻ പറയാം അങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞെന്ന് പറയുമ്പോൾ, എന്നാലും അവരങ്ങനെ അയ്യോ താവേ സ്വോത്രം, സ്വോത്രം. പിന്നെ അവരെക്കുറിച്ച് ലവളല്ലേ, ആ സ്ത്രീയല്ലേ, അയ്യോ അവരെക്കുറിച്ച് 10 കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ആ പെണ്ണുമ്പളെ അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറച്ച് അപ്പോഴത്തേക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തോട്ട് ഇറങ്ങി. പിന്നെ ഞാൻ പിന്നെന്തുവാ അടുത്ത 3rd ലെവൽ അൺകോൺഷ്യസ് മൈൻഡ്. അവിടെ പറയൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കലി അവിടെ പോയിരിക്കും. 3rd ലെവലിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട, പോയിരിക്കാൻ. 3rd ലെവൽ ഓഫ് ഇന്നർ ഹാർട്ടിൽ ആരും പറയണ്ട, ഓട്ടോമാറ്റിക്കലി പോകും. അതാണ് നമ്മുടെ ചില സംഭവങ്ങളൊക്കെ ഇന്നർ ഹീലിംഗ് ആവശ്യമുണ്ടെന്ന് പറയുന്നത്. സോ അത് നമ്മളെ റെസിസ്റ്റ് ചെയ്യും ഇന്നർ ഹീലിംഗ് ഇല്ലെങ്കിൽ. സോ ഇതുപോലെ തന്നെയാണ് വചനം നമ്മൾ കേൾക്കുമ്പോൾ ദെൻ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയാണ്. വാട്ട് ഈസ് ദാറ്റ്, എങ്ങനെയാണത്, ഹൗ ഇറ്റ് വർക്ക്, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ഡെപ്തിലേക്ക്, ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അൾട്ടിമേറ്റ്ലി നമ്മൾ വചനം വായിക്കുക മാത്രമല്ല, മെഡിറ്റേറ്റ് ചെയ്യണം. ആമേൻ. സോ 17-ാം വാക്യത്തിൽ പറയുന്നു, അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, 16-ാം അധ്യായം എക്സോഡസ് ചാപ്റ്റർ പുറപ്പാട് 16-4 പറയുന്നു, അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. സോ എവ്രി ഡേ ഒരു ബിലീവർ ബാപ്റ്റിസം എടുത്തു കഴിഞ്ഞാൽ വചനം വായിക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ ബാപ്റ്റിസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്നെക്കാട്ടി വലുതെന്നും പറഞ്ഞാണ് ഓരോരുത്തർ ഓടുന്നത്. അവർക്ക് വചനം കേൾക്കാൻ സമയമില്ല, വചനം വായിക്കാൻ സമയമില്ല, ട്രെയിനിങ്ങിന് അവർക്ക് സമയമില്ല, അവർ ജസ്റ്റ് അങ്ങ് ഓടുകയാണ്. സ്വത്രം. അപ്പോൾ ഇതുപോലെ അന്നെന്നുള്ളത് അന്നന്ന് നമ്മൾ പെറുക്കിയെടുത്താൽ നമ്മുടെ ജീവൻ്റെ നദി നമ്മളിലൂടെ പുറപ്പെടും. അപ്പോൾ കാര്യസ്ഥൻ ഈസിയാണ് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട്. നമ്മൾ ലോകത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ സൗണ്ട് കേൾക്കത്തില്ല. ലോകത്തിൻ്റെ സൗണ്ടും ദൈവത്തിൻ്റെ സൗണ്ടും തമ്മിൽ ഈസ്റ്റും വെസ്റ്റുമാണ്, ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമ്പോൾ നമുക്കൊരു കൊട്ട് കിട്ടുമ്പോൾ ഓർത്തോണം, പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്, കം ടു മീ എന്ന്. സമയമായി നിനക്ക് ഇനിയും അടുത്തേക്ക് വരാനെന്ന്. പ്രശ്നങ്ങൾ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാനാണ്. പ്രശ്നങ്ങൾ വീണ്ടും നമ്മളെ ഒരുക്കുകയാണ്, നമുക്ക് വഴി പറഞ്ഞു തരികയാണ്. കം ദാറ്റ് ഈസ് നോട്ട് യുവർ വേ, യു കം ടു മീ. പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിക്കുന്നത് ഇങ്ങനെയാണ്. എത്ര പേർക്ക് മനസ്സിലായി?